ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന അല്ലേ? വീട്ടിൽ ഒരാൾ ലഹരി ഉപയോഗിക്കുന്ന ആൾ വന്നു കഴിഞ്ഞാൽ അല്ലേ? വന്നിട്ടുണ്ട്. നിങ്ങൾ അരീക്കോട് എത്തിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇടവണ്ണപ്പാറന്ന് വന്നിട്ടുണ്ട് സാറേ. 11 വേണ്ടി. പേരെന്താ ചേച്ചി? ഞങ്ങള് യശോദ എന്നാണ്. യശോദ ഇടവണ്ണപ്പാറ വാഴക്കാടാണ്. ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ ഇത് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയതാണ്. അതേപോലെ നമ്മൾ നരേന്ദ്രമോദി സാറിനോട് ഇതിനുള്ള നയങ്ങൾ എടുക്കാൻ പറയണം. കാരണം മക്കളെ സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം മക്കൾ ഏത് രീതിയിലാണ് വീടിൻ്റെ അകത്തേക്ക് കയറി വരുന്നത് അറിയില്ല. വാതിൽ തുറന്നു കൊടുക്കാൻ പേടി, ഓലെ കൂടെ സംസാരിച്ചിരിക്കാൻ പേടി, ഓൾക്ക് ഭക്ഷണം കൊടുക്കാൻ പേടി. എങ്ങനെയാണ് വരുന്നത് നമ്മൾ അറിയില്ലല്ലോ. അതുകൊണ്ട് വാതിലടച്ച് കുറ്റിട്ട് കിടക്കാനൊപ്പം ധൈര്യവും. കാരണം ഏത് രീതിയിലാണ് മക്കൾ വരുന്നത് അറിയില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതിനൊരു പരിഹാരം നിങ്ങളൊക്കെ കാണണമെന്ന് പറയാനാണ് ഞാൻ വന്നത്. നമ്മളെ വീടിൻ്റെ അടുത്ത് അതേപോലെ നമ്മളെ വീട് നാടൊക്കെ വളരെ വിഷമത്തിലാണ് നിൽക്കുന്നത്. പണ്ടൊക്കെ കള്ളുപിടിച്ചാൽ കിടന്നുറങ്ങിയാൽ തീരായിരുന്നു. ഇന്ന് എന്തൊക്കെയോ ഇറങ്ങാണ്. മക്കളെ സ്നേഹിക്കാനും മക്കളെ അടുത്തേക്ക് പോകാനും ധൈര്യമില്ലെന്ന്. മക്കളെ അടുത്തേക്ക് പോയി ഇത്തിരി നേരം സംസാരിച്ചിരിക്കാൻ ധൈര്യമില്ല. എന്താണ് ഇവർ എങ്ങനെ വന്നതെന്ന് അറിയില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത് ഇതിനെന്തായാലും കാണണമെന്നാണ്. അത്ര വിഷമിച്ചാൽ ഞാൻ വന്ന് നിൽക്കുന്നത്. ഒരു ഭക്ഷണം കഴിക്കാതെ ഞാൻ 11 മണിക്കുണ്ട് ഇവിടെ വന്ന് നിൽക്കുന്നത്. സാറിനോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ സാറിനെ കാണുമെന്ന് വിചാരിച്ച് ഞാൻ വന്നത്, കണ്ടില്ല സാറിന്. സാർ എവിടെയൊന്നും ഞങ്ങൾ അരീക്കോടൊക്കെ ആണെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾ വന്ന് നിൽക്കുന്നുണ്ട്. ദയവ് ചെയ്ത് എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമാണ്. ഞങ്ങളെ മക്കളെ സ്നേഹിക്കാനുള്ള അവസരം ഞങ്ങൾക്ക് തരണം. ഈ അമ്മയുടെ കണ്ണുനീരെന്ന് പറയുന്നത് അത് തരണം. ഞങ്ങളെ മക്കളെ സ്നേഹിക്കാനുള്ള അവസരം ഞങ്ങൾക്ക് തരണം. മക്കളെ സ്നേഹിക്കാൻ, മക്കളുടെ അടുത്തേക്ക് പോകാൻ അതിന് പോലും പേടിയാണെന്നാണ് അമ്മ പറയുന്നത്. പക്ഷെ ആ രീതിയിലുള്ള പേടി അത് തുടച്ചു മാറ്റണമെങ്കിൽ ഈ ലഹരി പോകണം. എങ്ങനെ വരുമെന്ന് അറിയില്ല. അതുകൊണ്ട് ധൈര്യമില്ലാതെ ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങൾക്ക് അതൊരു പരിഹാരം കാണണം. അത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. നിങ്ങളോട് എനിക്ക് അത്ര മാത്രം പറയാനുള്ളൂ. ഈ ഒരു പ്രശ്നത്തിന് നമ്മൾ പരിഹാരം കണ്ടില്ലെങ്കിൽ നമ്മളൊക്കെ മനുഷ്യരാണ് എന്ന് പറഞ്ഞ ഈ ചേച്ചിയുടെ ചുറ്റും നിൽക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അധികൃതരൊക്കെ ചെയ്തു കൊടുക്കേണ്ടത് ഈ കൈകോപ്പി നിൽക്കുന്നത് ഒരു അമ്മയാണ്. പക്ഷെ മക്കളടുത്തേക്ക് പോകാനുള്ള ധൈര്യമില്ലാത്ത അവസ്ഥയാണ് കേൾക്കുന്നത്. ഓരോ ദിവസം എണീക്കുമ്പോൾ എന്താണ് നാട്ടിൽ കേൾക്കാന്ന് അറിയില്ല. അങ്ങനെയുള്ള സാഹചര്യം കൊണ്ട് ഇത് നിങ്ങൾ വന്നത് ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു സന്തോഷം. നിങ്ങളോട് എങ്ങനെ നന്ദി പറയേണ്ടത് ഞങ്ങൾക്കറിയില്ല. നിങ്ങൾ വന്ന് നമ്മളെ നാടിനെ രക്ഷിക്കണം. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. രക്ഷിക്കണം, ഞങ്ങളെ നാടിനെ രക്ഷിക്കണം. ഇതുപോലെയുള്ള അമ്മമാരുടെ, അതായത് മക്കളെ നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല അല്ലേ അവരുടെ ഒരു പ്രതികരണം എന്ന് പറയുന്നത്. അമ്മ വെള്ളം കുടിക്കും. നമ്മളെല്ലാവരും ചേർന്നത് ചെയ്യും. എല്ലാവരും ചേർന്നത് ചെയ്യും. നേരത്തെ ഇവിടെ ഒരു പ്രായമായ അമ്മ പറയുന്നുണ്ടായിരുന്നു, കുട്ടികളെ എന്തെങ്കിലും ഉപദേശിച്ചു കഴിഞ്ഞാൽ അവർ രോഷം കാണിക്കുന്ന കാണുമ്പോൾ പേടിയാവുകയാണ്, ഒന്നും പറയാൻ പറ്റുന്നില്ല എന്ന്. അത് ഒരു